നമസ്കാരം. കേരളത്തിലെ ജെട്ടി മാൻഡ്രേക്ക് NDAയിൽ ചേർന്നതോടുകൂടി ഒരു കാര്യം ഉറപ്പായി. അധികം താമസിക്കാതെ രാജീവ് ചന്ദ്രശേഖറിന്റെ പുക കണ്ടോളൂ. എന്താണ് അങ്ങനെ പറയാനെന്നല്ലേ? കുറച്ച് ദിവസം മുന്നേ ഇതേ ജെട്ടി മാൻഡ്രേക്ക് കിഴക്കമ്പലത്ത് അരവിന്ദ് കെജ്രിവാളിനെ പരവതാനി വിരിച്ച് കൊണ്ടുവന്നിരുന്നു. ഇന്ന് എന്താണ് അരവിന്ദ് കെജ്രിവാളിന്റെ അവസ്ഥയെന്ന് എല്ലാവർക്കും ഒന്ന് നോക്കിയാൽ മനസ്സിലാകും. അരവിന്ദ് കെജ്രിവാൾ കത്തിപ്പടർന്നു നിൽക്കുന്ന സമയമാണ്. ആ സമയത്താണ് ജെട്ടി മാൻഡ്രേക്ക് നേരെ ചെന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ തോളിൽ കൈയിടുന്നത്. ആ തോളിൽ കൈയിട്ട അന്ന് തുടങ്ങിയ തകർച്ചയാണ്. ഇന്നിപ്പോ അദ്ദേഹത്തിന് അധികാരവും നഷ്ടമായി. ആ പാർട്ടിയുടെ തന്നെ പുക കാണുന്ന സാഹചര്യം ഉണ്ടായി. ആ നിലയ്ക്ക് നോക്കുമ്പോൾ എരണംകെട്ട ജെട്ടി മാൻഡ്രേക്ക് ആരോടെ ചേരുന്നു അവരുടെ പുക തനിയെ കണ്ടോളും. ആ നിലയ്ക്ക് കേരളത്തിലുള്ള ഇടതുപക്ഷക്കാർക്കെല്ലാം സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. മാൻഡ്രേക്ക് ഈ കേരളം ആഗ്രഹിച്ചിരുന്നിടത്ത് എത്തിക്കഴിഞ്ഞു. ഇനി അധിക ദിവസം കഴിയാതെ ഈ രാജീവ് മുതലാളിയുടെ പുക കാണുന്നതാണ്. അന്ന് ഈ അരവിന്ദ് കെജ്രിവാളിനെ കിഴക്കമ്പലത്ത് കൊണ്ടുവന്നതിന് ശേഷം ജെട്ടി മാൻഡ്രേക്ക് അടിച്ച ഡയലോഗുകൾ കേട്ടാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെ അന്ന് അന്തം വിട്ടുപോയിരുന്നു. അത്ര മാത്രമായിരുന്നു കേരളത്തിൽ ഇനിയിപ്പോ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ച. 2020 ആം ആദ്മി പാർട്ടിയുമായി ചേർന്നതിന് ശേഷം വച്ചടി കയറ്റമായിരുന്നു. ആ കയറ്റത്തോടു കൂടി നേരെ കെജ്രിവാൾ ജയിലിൽ പോകുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു. ഇപ്പോൾ അഡ്രസ്സ് പോലും നഷ്ടപ്പെട്ടു. എങ്ങനെ? ഡൽഹിയിൽ അദ്ദേഹം തോറ്റ് അഡ്രസ്സ് പോലും നഷ്ടപ്പെട്ടു. മാൻഡ്രേക്ക് എഫക്റ്റ്. ഈ മാൻഡ്രേക്ക് എഫക്റ്റ് അറിയാതെയാണ് നേരെ ചെന്ന് രാജീവ് മുതലാളി കിട്ടിപ്പോയ എന്നുള്ള നിലയ്ക്ക് ഇലക്ട്രൽ ബോണ്ടൊക്കെ കൊടുത്തെത്തി പൈസയെ കൊണ്ടെന്നാണ് കരുതുന്നത്. ആകെ ജട്ടി കീറി നിൽക്കുകയാണ് മുതലാളിയുടെ. എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ വേണ്ടി ജട്ടി മുതലാളി കണ്ടെത്തിയ വഴിയാണ് ആ മാൻഡ്രേക്ക് ജട്ടിയുമായിട്ട്. എങ്ങനെ? രാജീവ് ചന്ദ്രശേഖരന് 2 നാസ ജട്ടി. കാര്യം ഈ കേരള രാഷ്ട്രീയം ചൂട് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് തണുപ്പ് കിട്ടാൻ വേണ്ടി എന്ത് വേണം? ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ടെമ്പറേച്ചർ മാറുന്ന 4 ജട്ടി കൊണ്ടുവന്ന് ആർക്ക് കാഴ്ചവെച്ചു? രാജീവ് മുതലാളിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വരാം, ഞാൻ വന്നു കഴിഞ്ഞാൽ വച്ചടി കയറ്റമാണ്. മുതലാളിക്ക് അങ്കാമുങ്കാവല്ല അറിയോ? ആ ഒരു കച്ചവടക്കാരെ ഇരിക്കട്ടെ, ഇച്ചിരി പൈസ ഉണ്ടെന്നാണ്. കൂടും കുടുക്കയും കൂടെ മുതലാളിയെ അടിച്ചുകൊണ്ട് പോകാതിരുന്നാൽ കൊള്ളാം. എന്തായാലും മുതലാളിയെ വലിച്ച് കയറ്റിയതിന് ശേഷം രാജീവ് മുതലാളിയോട് പറയാനുള്ളത്, ഇനിയിപ്പോൾ വലിയ രാഷ്ട്രീയ ഭാവിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അരവിന്ദ് കെജ്രിവാളിനെ പോയി കണ്ടതിന് ശേഷം ഒരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതായിരിക്കും. ആ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി കിഴക്കമ്പലത്തുണ്ടല്ലോ, അവനുമായിട്ട് വലിയ അടുപ്പം സൂക്ഷിച്ചു. ആ ജട്ടിയെ പിടിച്ച് നിങ്ങളെ പാർട്ടിയിൽ എടുത്തതിന് ശേഷമുള്ള അനുഭവത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ അപ്പം തന്നെ തലയിൽ കൈവച്ച് അല്ലെങ്കിൽ നെഞ്ചത്തിടിച്ച് പറയും, അവനെ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലെങ്ങാനും കണ്ണുണ്ടല്ലോ അവൻ്റെ കടവായിലെ 4 പല്ലിയാൻ തെറിപ്പിക്കുമെന്ന് ഉറപ്പായിട്ട് കെജ്രിവാൾ പറഞ്ഞിരിക്കും. അതാണ് കെജ്രിവാളിന് ഈ ജെട്ടി മാൻഡ്രേക്കിനെ എടുത്ത് കൂടെ ചേർത്തതിന് ശേഷമുണ്ടായ അനുഭവം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്നിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ NDAയുടെ പുക ഉറപ്പായിട്ടുണ്ട്. അതിന് കാരണം ഈ നാട്ടിലെ ഏറ്റവും വലിയ മാൻഡ്രേക്ക് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ട്. 4 നാസ ജെട്ടി ഇട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം വെയിറ്റ് ചെയ്യാനായിട്ട് രാജീവ് മുതലാളിയോട് പറയുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മാൻഡ്രേക്ക് അവിടെ ഇരുന്ന് ചെയ്തോളും. അതുകൊണ്ട് കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ ജെട്ടി മാൻഡ്രേക്ക് എത്തിയതോടുകൂടി BJPയുടെ പുക കാണാൻ പോകുന്നു എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്.